എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മളെ കാണിക്കുന്നത് ഫിയറ്റിന്റെ വീടാണ്. ഫിയറ്റ് ആണെങ്കിൽ കോളേജ് ഇട്ട് പോവാനായിട്ട് റെഡിയായി ഇറങ്ങുമ്പോൾ തന്നെയാണ് ഒരു സ്ത്രീ അങ്ങോട്ടേക്ക് വരുന്നത്. വേറെ ആരല്ല, നമ്മുടെ ഫിയറ്റിന്റെ അമ്മ തന്നെയാണ്. അമ്മേനെ കണ്ടിട്ട് ഫിയറ്റ് ചോദിക്കുന്നുണ്ട്, ആരാണ്, എന്തിനാണ് ഇങ്ങോട്ട് വന്നേന്ന്. അല്ല, നിനക്കെന്നെ ശരിക്കും മനസ്സിലായില്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്, ഞാനാണ് നിന്റെ മമ്മി എന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവന് നല്ല രീതിക്ക് ഒന്ന് ഷോക്ക് ആവുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ടാണ് അങ്ങോട്ടേക്ക് നമ്മുടെ ലിയോ വരുന്നത്. ലിയോ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരാണെന്ന്. ഇതിന്റെ മമ്മിയാന്ന് ഫിയറ്റ് മമ്മീനെ പരിചയപ്പെടുത്താണ്. അങ്ങനെ നമ്മുടെ ഫിയറ്റിന്റെ ഒരു ഡ്രീമാണ് നമ്മളെ കാണിക്കുന്നത്. അതായത് ഫിയറ്റിനോട് മമ്മി പറയാണ്, നിന്നെ ആർക്കും ഇഷ്ടമല്ല, ഈ ലോകത്ത് നിന്നെ ഇഷ്ടമുള്ളത് ഞാൻ മാത്രമാണ്. അതുകൊണ്ട് തന്നെ നീ എന്നെ സ്നേഹിച്ചാൽ മതി, എന്നെ മാത്രം സ്നേഹിച്ചാൽ മതി, ബാക്കി എല്ലാവരും വെറുക്കണമെന്ന് ഇങ്ങനെ ഫോഴ്സ് ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് അവൻ സ്വപ്നത്തെ കണ്ടിട്ടാണ് ഞെട്ടി എണീക്കുന്നത്. ലിയോ ഒത്തിരി സമാധാനിപ്പിക്കുന്നുണ്ട്. ഇന്ന് മമ്മീനെ കണ്ടത് ഷോക്കിലായിരിക്കും നീ ഇങ്ങനെയൊക്കെ കിടന്ന് പറയുന്നത്. അതൊന്നും സാരില്ല, നിനക്ക് ഞാനില്ലേ, അതുകൊണ്ട് കൂളാവാൻ പറഞ്ഞിട്ട് അവനെ തിരിച്ചു കിടത്തി ഉറക്കാനായിട്ട് ട്രൈ ചെയ്യാണ്. പിറ്റേ ദിവസം രാവിലെ ഒരു സർട്ടിഫിക്കറ്റ് ഫിയറ്റ് എടുക്കാൻ മറന്നുപോയതുകൊണ്ട് തന്നെ ഫിയറ്റിന്റെ ഒറിജിനൽ വീട്ടിലേക്ക് അവൻ ചെല്ലാണ്. ഫോണിൽ കൂടെ ലിയോനോട് സംസാരിക്കുന്നുണ്ട്, ഞാൻ സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് ഇപ്പൊ തന്നെ ഇങ്ങോട്ട് വരുമെന്ന്. ഇതെല്ലാം മാറി നിന്നിട്ട് അവന്റെ സ്റ്റെപ്പ് മദർ കേക്കാണ്. അത് കേട്ട ഉടനെ തന്നെ എന്ത് കൊടുക്കാനായിട്ട് അകത്തേക്ക് ഓടിപ്പോകുന്നുണ്ട്. അങ്ങനെ സർട്ടിഫിക്കറ്റ് എല്ലാം എടുത്ത് തിരിച്ചു വരുന്ന ഫിയറ്റിന്റെ അടുത്ത് സ്റ്റെപ്പ് മദർ വന്നിട്ട് ഒരു പാക്കേജ് കൊടുക്കാണ്. വേറൊന്നല്ല, ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആണ്, നിനക്ക് ലിയോനും കൂടി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ സ്റ്റെപ്പ് മദർ ചോദിക്കാണ്, അല്ല നിനക്ക് എന്നോട് ദേഷ്യം എന്തെങ്കിലും ഉണ്ടോന്ന്. എനിക്കെന്തിനാണ് നിങ്ങളോട് ദേഷ്യം, എനിക്ക് ദേഷ്യമൊന്നുമില്ല, ഇത് ഉണ്ടാക്കി തന്നതിന് നന്ദി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് മേടിച്ചിട്ട് അവൻ അവിടെ നിന്ന് പോകാണ്. ഇതും കൂടി ആയപ്പോൾ മമ്മിക്ക് ഒത്തിരി തന്നെ സന്തോഷമായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഫിയറ്റ് പോകുന്നത് റെസ്റ്റോറൻറ്റിട്ടാണ്. ഫിയറ്റിന്റെ ഒറിജിനൽ മദറായിട്ട് ഒരു കോൺവെർസേഷന് വേണ്ടിയിട്ടാണ് ആ റെസ്റ്റോറൻറ്റിലേക്ക് എത്തിയിരിക്കുന്നത്. അവൻ അവിടെ നിന്ന് ആലോചിക്കുന്നുണ്ട്, നമ്മുടെ ലിയോ ആണ് റെസ്റ്റോറൻറ്റ് ഇട്ട് കൊണ്ടാക്കിയത്. ലിയോ ചോദിക്കുന്നുണ്ട്, ഞാനും കൂടി വന്നൊന്ന്. അത് വേണ്ട, എന്നെ പരിചയപ്പെടുമ്പോൾ സ്വന്തം മോന് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് പെട്ടെന്ന് തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല്ല എന്ന് എനിക്കറിയില്ല. അത് മാത്രമല്ല, എൻ്റെ മമ്മിയല്ലേ, അതുകൊണ്ട് ഒന്നും പേടിക്കണ്ട, എന്നെ ഹാംഫുൾ ആയിട്ട് പുള്ളിക്കാരത്ത് ഒന്നും ചെയ്യില്ലെന്ന് എനിക്ക് നല്ല വിശ്വാസം ഉണ്ടെന്ന് പറയുന്നുണ്ട്. നമ്മുടെ ലിയോ ആണെങ്കിൽ ഒത്തിരി സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, എല്ലാം സൂപ്പറായിട്ട് നന്നായിട്ട് നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അകത്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫിയറ്റിൻ്റെ അടുത്തേക്ക് അവൻ്റെ മമ്മി വരാണ്. മമ്മി പറയുന്നുണ്ട്, ഇത്രയും നാൾ ഞാൻ വരാതിരുന്നത് നിന്റെ ഡാഡ കാരണമായിരുന്നു. കാരണം ആ ഒരു സ്ത്രീ നമ്മുടെ ലൈഫിലേക്ക് വന്നപ്പോഴേക്കും ഡാഡ നമുക്ക് രണ്ടുപേർക്കും എതിരായി. പിന്നെ എന്തിനാ ഇപ്പം വന്നേന്ന് നമ്മുടെ ഫിയറ്റ് ചോദിക്കുമ്പോഴേക്കും, ഡാഡ നിന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയെന്ന് അറിഞ്ഞു, അപ്പോൾ എനിക്ക് ഇനി കെയർ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, അതാ ഞാൻ നിന്റെ അടുത്തേക്ക് വന്നത്. പക്ഷേ ഡാഡ എന്നെ ഫുള്ളി പുറത്താക്കിയതല്ല, ഞാനായിട്ട് പോയതാന്ന് പറയുന്നുണ്ട്. എന്തായാലും നിന്നെ പുറത്താക്കിയില്ലേ, അതാണ് ഞാൻ പറയുന്ന പോയിന്റ്. അവർക്ക് രണ്ടുപേർക്കും നമ്മളെ വേണ്ട, നമുക്ക് നമ്മളെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഫിയറ്റിന്റെ കയ്യിൽ പിടിക്കുന്നുണ്ട്. ഫിയറ്റിനും അമ്മ പറയുന്നത് ശരിയാന്ന് ആ നിമിഷം തോന്നുന്നുണ്ട്. നെക്സ്റ്റ് സീനില് നമ്മുടെ പോപ്പപ്പ ആണെങ്കിൽ ഫോണിൽ നോക്കി വീടിന്റെ താഴെ നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് ലിയോൺ വരാണ്. എന്തിനാണ് നീ ഇങ്ങോട്ടേക്ക് വന്നേന്ന് നോക്കുമ്പോഴേക്ക്, വേറെന്തിനാണ്, ഞാൻ നിന്നെ കൂട്ടാൻ വേണ്ടിയിട്ട് വന്നാന്ന് പറയുന്നുണ്ട്. അല്ല, എനിക്കൊറ്റക്ക് പോകാൻ അറിയാലോ, അതൊന്നും ഒരു കുഴപ്പമില്ലെന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ പീപ്പൂപ്പ് പറയുന്നുണ്ട്, വരണമെങ്കിൽ വാ, ഞാൻ യൂണിവേഴ്സിറ്റി ഇട്ട് പോകാൻ പോവാന്ന്. യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ ഈ സമയം ആനും നമ്മുടെ കോച്ച് കേളും കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരാണെങ്കിൽ ഓരോ റൂമേഴ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് എടുക്കുമ്പോഴാണ് നമ്മുടെ ലിയോണും പീപ്പൊപ്പും കൂടി വരുന്ന കാണുന്നത്. ഇവന്മാരാണെങ്കിൽ കുറച്ച് ക്ലോസ് ആയിട്ട് കൈയൊക്കെ പിടിച്ചോട്ടെ എന്നൊക്കെ ചോദിച്ചിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കാണുന്ന കോച്ച് കേളാണെങ്കിൽ അങ്ങോട്ടേക്ക് ഓടി ചെല്ലുന്നുണ്ട്. വേഗം ചെന്നിട്ട് നമ്മുടെ ലിയോണോട് പറയാണ്, ഹാൻസം ബോയ് എത്ര ദിവസമായി കണ്ടിട്ട്, എന്താ ഇപ്പൊ ജിമ്മിട്ടൊന്നും വരാത്തേന്ന് ചോദിക്കുന്നുണ്ട്. അല്ല, ഞാൻ കുറച്ച് ബിസിയാണെന്ന് അറിയുന്നുണ്ട്. എന്താ ബിസി, പീപ്പോപ്പിന്റെ പുറകെ നടക്കുന്നതാണോ എന്ന് ചോദിക്കുമ്പോഴേക്ക്, അത് പിന്നെ പീപ്പോപ്പ് ക്യൂട്ടായോണ്ട് അവന്റെ പുറകെ കുറെ ആൾക്കാരുണ്ട്, അതിനൊക്കെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഞാൻ നടക്കുന്നതെന്ന് പറയുന്നുണ്ട്. എല്ലാവരും കൂടി പറയുമ്പോഴേക്കും പീപ്പോപ്പിനാണെങ്കിൽ ഭയങ്കരമായിട്ട് നാണം വന്നിട്ടുണ്ട്. പീപ്പോപ്പിനോട് ലിമിറ്റ് ക്രോസ് ചെയ്തിട്ട് നമ്മുടെ കോച്ച് ഗേളാണെങ്കിൽ ഓരോ കാര്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇവള് ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആനാണെങ്കിൽ അവളെ ബലമായിട്ട് തന്നെ അവിടുന്ന് വലിച്ചുകൊണ്ട് പോവാണ്. പോകുന്ന വഴി നമ്മുടെ കോച്ചുകൾ പറയുന്നുണ്ട്, ഞാൻ പിന്നെ വരാവേ, എനിക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറഞ്ഞു തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഒരുമാതിരി ബഹളുണ്ടാക്കിയിട്ടാണ് അവൾ അവിടെ നിന്ന് പോകുന്നത്. പീപ്പപ്പിനോട് പെട്ടെന്ന് തന്നെ ലിയോ അറിയുന്നുണ്ട്, നീ ബാഡായിട്ടൊന്നും വിചാരിക്കണ്ട, നമ്മ രണ്ടുപേരും ഡേറ്റ് ചെയ്യണേന്ന് അവള് തെറ്റിദ്ധരിച്ചായിരിക്കും. ശരിക്കും നമ്മൾ തമ്മില് ഡേറ്റ് ഒന്നും ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പീപ്പപ്പ് അവിടെ നിന്ന് പോകുന്നുണ്ട്. അതെനിക്കറിയാം, പക്ഷെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സങ്കടം ഓടാന്ന് അവനും അവിടെ നിന്ന് പറയുന്നുണ്ട്. നേരെ മരിച്ച് രാവിലെ അമ്മേനെ കണ്ടു വന്ന നമ്മുടെ
ഫിയറ്റ് ആണെങ്കിൽ ഭയങ്കര മൂടിയാണ്. കോസ്കേള് ഇത് നമ്മുടെ ലിയോണെ വിളിച്ച് ചോദിക്കുന്നുണ്ട് എന്താ പറ്റിയെന്ന്. ഒന്നുമില്ല, അവൻ്റെതായ റീസൺസ് കാര്യങ്ങളൊക്കെ കാണില്ലേ, അവനെ കുറച്ച് നേരം തന്നെ വിട്ടേക്ക്, അപ്പോഴേക്കും ഓക്കെ കൊള്ളൂ എന്ന് പറയുന്നുണ്ട്. പക്ഷെ ആൻസർ നമ്മുടെ കോസ്കേളിന് ഒട്ടും സൂട്ടബിൾ ആയിട്ട് തോന്നുന്നില്ല. ലിയോ വാഷ്റൂമിട്ട് പോയത് കൊണ്ട് തന്നെ അവന്റെ പുറകെ ഫിയറ്റ് പോകുന്നുണ്ട്. വേഗം തന്നെ ലിയോനെയും പിടിച്ച് വാഷ്റൂമിന്റെ ഉള്ളിൽ കയറിയിട്ട് അവൻ ആ ഡോറങ്ങ് ക്ലോസ് ചെയ്യാണ്. സത്യം പറഞ്ഞാൽ എങ്ങനത്തെ സീനൊക്കെ വരുമ്പോൾ ഞാൻ അറിയാതെ തന്നെ ബ്ലഷായി പോകുന്നുണ്ട്. അങ്ങനെ അകത്ത് കയറിയ നമ്മുടെ ലിയോനെ ഫോഴ്സ്ഫുള്ളി ഫിയറ്റ് കിസ് ചെയ്യാണ്. പക്ഷെ ലിയോ ചോദിക്കുന്നത് നീ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, നീ ഓക്കെ ആണോ എന്ന്. ഞാൻ ഓക്കെ അല്ല, എനിക്ക് ഒന്നിനെയും പറ്റി ആലോചിക്കണ്ട, അമ്മ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കണ്ട, അതെന്തിനാന്ന് പോലും എനിക്ക് ചിന്തിക്കേണ്ട താല്പര്യമില്ല, എനിക്കിപ്പോൾ ഇതാണ് സൂട്ടബിൾ ആയിട്ട് തോന്നുന്നതെന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നമ്മുടെ ലിയോ അവനെ കൂൾ ഡൗൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിന്റെ മൂഡ് മാറ്റാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഞാനും ഓക്കെ ആക്കാം, പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നോയ്സ് നീ പുറത്തേക്ക് വരുത്തരുതെന്ന്. അങ്ങനെ രണ്ടുപേരും കൂടി അവിടെ നിന്ന് കിസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു കാര്യത്തിൽ നിനക്ക് ഉറപ്പാണോ, ഇപ്പം തന്നെ വേണമെന്ന് താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്ക് പ്ലീസ് എനിക്കിപ്പം തന്നെ വേണമെന്നാണ് നമ്മുടെ ഫിയറ്റ് പറയുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി അവിടെ നിന്നിട്ട് ഇൻറ്റിമേറ്റ് ആവാണ്. ഇവര് എന്തൊരു ക്യൂട്ടായിട്ടുള്ള കപ്പിൾസ് ആണല്ലേ, ഒരാളുടെ മനസ്സിലുള്ള കാര്യം അറിഞ്ഞിട്ടാണ് മറ്റൊരാൾ ബിഹേവ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ പിള്ളേരാണെങ്കിൽ അങ്ങോട്ടേക്ക് ഡ്രസ് ചേഞ്ച് ചെയ്യാൻ വരെയാണ്. അപ്പൊ കൂട്ടത്തിലുള്ളൊരു കുട്ടി ചോദിക്കുന്നുണ്ട് അല്ല ഈ ഫിയറ്റ് ലിയോക്ക് എന്തേന്ന് അവര് വാഷ് ചെയ്യാന്ന് പറയുമ്പോഴേക്ക് എനിക്ക് തോന്നുന്നില്ല അവർ രണ്ടുപേരും കൂടി കുളിച്ചോണ്ടിരിക്കാന്ന്, വേറെ എന്തെങ്കിലും ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവന്മാര് വെറുതെ തമാശിക്കുന്നുണ്ട്. നമുക്ക് പോകാം, അവര് ഫ്രഷ് ആയി കഴിഞ്ഞിട്ട് വന്നോളൂ എന്ന് അറിയുന്നുണ്ട്. അങ്ങനെ കുളിച്ച് ഫ്രഷ് ആയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ലിയോയും ഫിയറ്റും വന്നിരിക്കുന്നുണ്ട്. നീ കുറച്ച് വെള്ളം കുടിക്ക്, വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഓക്കെ എന്ന് അറിയുന്നുണ്ട്. അങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും നമ്മുടെ ലിയോ പറയാണ് നീ എന്താ ഇപ്പം ഇങ്ങനെ സാഡായിട്ടിരിക്കുന്നതെന്ന്. അത് മമ്മി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ആർക്കും എന്നെ ഇഷ്ടമല്ല എന്നൊക്കെ, അതൊക്കെ നിന്റെ തോന്നലാണ്, എനിക്ക് ഈ ലോകത്ത് നീ അല്ലാതെ മറ്റാരും ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലിയോ ആണെങ്കിൽ ഹഗ് ചെയ്യുന്നുണ്ട്. വീട്ടിൽ മടങ്ങിയെത്തുന്ന പീപ്പോപ്പ് കാണുന്നത് അവന്റെ പോപ്പ് ജാറ് സുഖമില്ലാതെ അവിടെ കിടക്കുന്നതാണ്. ഇത് കാണുന്ന അവനൊന്ന് പേടിക്കുന്നുണ്ട്. കുറച്ചു നേരം വിളിച്ചു നോക്കുന്നുണ്ടെങ്കിലും പൂച്ചക്കുട്ടി അനങ്ങുന്നില്ല. പെട്ടെന്ന് തന്നെ ലിയോണെ വിളിച്ച് പറയുന്നുണ്ട് പോപ്പ് ജാറിന് എന്തോ പറ്റിയിട്ടുണ്ട്, ഒന്ന് പെട്ടെന്ന് വരാമോ എന്ന്. അങ്ങനെ അവിടുന്ന് സീൻ കട്ടായിട്ട് നമ്മളെ കാണിക്കുന്നത് ഫിയറ്റ് അച്ഛൻ്റെ അടുത്ത് നിന്ന് നടന്ന കാര്യങ്ങളെല്ലാം പറയാണ്. അമ്മേനെ എന്തിനാണ് ഇവിടുന്ന് ഇറക്കി വിട്ടേന്ന് എനിക്ക് അറിയണമെന്ന്. അച്ഛനാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിലാണ് നിൽക്കുന്നത്. നീ അവരെ കാണാൻ പോയത് എന്തിനാണ്, നിന്നോട് പറഞ്ഞിട്ടില്ലേ നീ അങ്ങോട്ട് പോകരുതെന്ന്. ഞാൻ എന്തിനാ പോവാതിരിക്കേണ്ടത്, അതെൻ്റെ അമ്മയാണ്, അതുകൊണ്ട് എനിക്ക് പോകുന്നതിൽ തെറ്റൊന്നുമില്ല. നിങ്ങൾക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ അത് പറയൂ, അല്ലെങ്കിൽ പിന്നെ മനസ്സിൽ ഇങ്ങനെ കിടന്നിട്ട് ഞാൻ എന്തിനാണ് രണ്ടുപേരെ എടുക്ക് നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഫിയറ്റ് അവിടെ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോകാണ്. ഇത് കാണുന്ന അവൻ്റെ സ്റ്റെപ്പ് മദർ ഒത്തിരി സങ്കടപ്പെടുന്നുണ്ട്. അമ്മ വന്ന് പറയുന്നുണ്ട് ഫിയറ്റ് നിന്റെ തെറ്റിദ്ധാരണയാണ്, നിന്റെ അച്ഛനെ നിന്നെ കഴിഞ്ഞിട്ടുള്ളൂ വേറെ എന്തോന്ന്, നിനക്ക് തോന്നുന്നുണ്ടോ ഇതാണ് ലവ് എന്ന്. ഇത് കേൾക്കുന്ന അമ്മ ഒന്ന് കരയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ആ ഇളയ കുട്ടി ഓടി വന്നിട്ട് നമ്മുടെ ഫിയറ്റിനെ തള്ളിയിടാണ്. എൻ്റെ അമ്മേനെ കരയിപ്പിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ നീ കാരണം ഓൾറെഡി ചെറുപ്പത്തില് ഞാൻ മരിക്കേണ്ടതായിരുന്നു, ഇതൊക്കെ എന്നോട് ഗ്രാൻഡ് മോ അറിഞ്ഞിട്ടുണ്ട്. എൻ്റെ മമ്മിക്ക് ഇത്ര ദ്രോഹം ചെയ്ത നീ എന്തിനാണ് ഇവിടെ നിൽക്കുന്നതെന്നൊക്കെയാണ് അനിയത്തി ചോദിക്കുന്നത്. ഇത് കേൾക്കുന്ന ഫിയറ്റ് ചോദിക്കുന്നുണ്ട് ഇവൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്, നിങ്ങളുടെ ഗ്രാൻഡ് മേ നിങ്ങൾ എന്താണ് ഇവളെ പഠിപ്പിച്ചു വെച്ചേക്കുന്നതെന്ന്. പെട്ടെന്ന് തന്നെ നമ്മുടെ മമ്മി പറയുന്നുണ്ട് അത് ശരിയാണ്, ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ നീ പണ്ട് എന്നെ ഒന്ന് കിക്ക് ചെയ്തായിരുന്നു, ഈ കുട്ടീനെ അബോർഷൻ ആവേണ്ടതായിരുന്നു. അന്ന് രാത്രിയാണ് ഞാനും പപ്പയും കൂടി ഹോസ്പിറ്റലിൽ പോയത്, അത് കാരണമാണ് പപ്പക്ക് നിന്റെ അടുത്തേക്ക് വരാൻ പറ്റാഞ്ഞത്, അല്ലാതെ നിന്നെ അന്വേഷിക്കാതിരുന്നിട്ടൊന്നുമില്ല. ലിയോന്റെ വീട്ടിലാന്ന് അറിഞ്ഞപ്പോഴാണ് ഒരു സമാധാനം കിട്ടിയെന്ന്. ഇവൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയ കാര്യം ലിയോനെയും ആ സമയം കൊണ്ട് അമ്മ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫിയറ്റ് ആണെങ്കിൽ എങ്ങനെയെങ്കിലും മരിച്ചാൽ മതി എന്നുള്ള രീതിയിലാണ് അവിടുന്ന് പോന്നേക്കുന്നത്. ഫിയറ്റിനെ തപ്പിയിട്ട് കുറെ നേരമായി ലിയോ അലഞ്ഞു കിടക്കുന്നത്. അങ്ങനെ ഒടുവില് അവനൊരു സൈഡിലിരിക്കുന്നത് ലിയോ കണ്ടിട്ടുണ്ട്. അങ്ങനെ അടുത്തേക്ക് വന്ന് ചോദിക്കുന്നുണ്ട് എന്താ പറ്റിയെന്ന്. പെട്ടെന്ന് തന്നെ നമ്മുടെ ലിയോ കരഞ്ഞിട്ട് കാര്യം പറയാണ് ഞാൻ എൻ്റെ അനിയത്തിനെ കൊല്ലാൻ വരെ നോക്കി, ഞാനൊരു ദുഷ്ടനായിട്ടുള്ള മനുഷ്യനാന്ന്. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തിയ ഫിയറ്റിനോട് എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. നീ അതൊന്നും മീൻ ചെയ്തിട്ടല്ലല്ലോ ചെയ്തത്, നീ കുഞ്ഞാവയായിരുന്നപ്പോൾ അല്ലേ അതൊക്കെ ചെയ്തത്,
അതുകൊണ്ട് നീ അതൊന്നും കാര്യമൊക്കെണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഫിയറ്റിനെ ആണെങ്കിൽ ലിയോൺ എന്ന് ചേർത്ത് പിടിച്ചാണ് ഓർക്കുന്നത്. അങ്ങനെ ക്ലാസ് കഴിഞ്ഞിട്ട് പീപ്പൊപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്തേക്കുന്ന നമ്മുടെ ലിയോന്റെ അടുത്തേക്ക് നെയ്മ് വന്നിട്ട് വയ്ക്കാണ്. എന്താ ഭയങ്കര സന്തോഷത്തിലാണല്ലോ, അടുത്ത പ്രൊപ്പോസൽ സീന് ഞാൻ ക്യാപ്ചർ ചെയ്യേണ്ട വരുമെന്ന്. അതെന്തായാലും വേണ്ടി വരും. ആളാരാന്ന് ചോദിക്കുന്നുണ്ട്. അതൊക്കെ ഇപ്പൊ തന്നെ നിന്നോട് പറയണോന്ന് ചോദിക്കുമ്പോൾ അങ്ങോട്ടേക്ക് പീപ്പൊപ്പ് വരാണ്. അന്ന് നമുക്ക് പോയാലോ, എൻ്റെ ക്ലാസ് കഴിഞ്ഞെന്ന് പറയുമ്പോഴേക്കും ഓ ഇയാളാണല്ലേ, എനിക്കിപ്പോ മനസ്സിലായി. എന്തായാലും നന്നായിട്ട് നടക്കട്ടെ, നിങ്ങളുടെ പ്രൊപ്പോസൽ സീന് എനിക്ക് തന്നെ ഷൂട്ട് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടട്ടെ എന്ന് പറയുന്നുണ്ട്. പോകുന്ന വഴി നമ്മുടെ പീപ്പൊപ്പ് ചോദിക്കുന്നുണ്ട്, അതാരാ നിന്റെ ഫ്രണ്ടാണോന്ന് ചോദിക്കുന്നുണ്ട്. എൻ്റെ ഫ്രണ്ട് അല്ല, ലിയോന്റെ ഫ്രണ്ടാണ്. ഞങ്ങൾ ഒരേ ബാസ്കറ്റ് ബോൾ ടീമിലാണെന്ന് അറിയുന്നുണ്ട്. അന്ന് ഇനി അവനോട് അടുത്ത പ്രാവശ്യം കാണുമ്പോൾ പറഞ്ഞേക്ക് നമ്മ രണ്ടുപേരും ഡേറ്റിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന്. ഇത് കേൾക്കുന്ന നമ്മുടെ ലിയോൺ ആണെങ്കിൽ ഒന്ന് ഷോക്കാവുന്നുണ്ട്. അല്ല നീ എന്താണ് ഇപ്പൊ പറഞ്ഞത്, ശരിക്കും നമ്മൾ ഡേറ്റിങ് ചെയ്യാണോന്ന് പറഞ്ഞിട്ട് നമ്മുടെ പീപ്പൊപ്പിന്റെ പുറകെ പോകുന്നുണ്ട്. വീട്ടിലേക്ക് വരുന്ന അമ്മേനെ ലിയോ പിടിച്ചു വെക്കാണ്. ഈ ഒച്ചയും ബഹളം കേട്ടിട്ട് അങ്ങോട്ടേക്ക് ഫിയറ്റ് വരുന്നുണ്ട്. ഫിയറ്റിന് അമ്മേനെ കാണുമ്പോൾ തന്നെ ഒന്ന് പാനിക്കാവാണ്. അവൻ ചെറുപ്പത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം കൊണ്ട് അവൻ ഭയങ്കരമായിട്ട് ഷോക്ക്ഡ് ആവാണ്. അങ്ങോട്ടേക്ക് ലിയോ വന്ന് അവനെ സമാധാനിപ്പിക്കുന്നുണ്ടെങ്കിലും അവൻ ആ മെമ്മറിയിലേക്ക് പോവുകയാണ്. അതായത് ഇവൻ ചെറുതായിരുന്ന സമയത്ത് അമ്മ ഇവനെ ഒത്തിരി ടോർച്ചർ ചെയ്യായിരുന്നു. കാരണം വേറെ ആർക്കും നിന്നെ ഇഷ്ടമല്ല, നിന്നെ ഇഷ്ടമുള്ളത് എനിക്ക് മാത്രമാണ്, നീ മാത്രമാണ് എനിക്കുള്ളത്, അതുകൊണ്ട് നീ എന്നെ മാത്രം സ്നേഹിച്ചാൽ മതി. നിന്റെ ഡാഡി ഭയങ്കര ദുഷ്ടനാണ്, അയാൾക്ക് വേറൊരു റിലേഷൻഷിപ്പ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞു ലിയോനെ അത്രയും തല്ലും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. ഈ കൊച്ചിൻ്റെ മനസ്സിൽ അമ്മ വിഷം തന്നെയാണ് കുത്തി നിറച്ചുകൊണ്ടിരുന്നത്. കൊച്ചു പറയുന്നുണ്ട്, എനിക്ക് എല്ലാവരും ഇഷ്ടപ്പെടാനുള്ള അവകാശമില്ലെന്ന്, നീ ആരും ഇഷ്ടപ്പെടണ്ട, എന്നെ മാത്രം ഇഷ്ടപ്പെട്ടാൽ മതി എന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ പ്രസൻറ്റിലുള്ള നമ്മുടെ ഫിയറ്റ് പറയുന്നുണ്ട്, എനിക്ക് ഓർമ്മയുണ്ട് അമ്മ പറഞ്ഞു ആരും ഇഷ്ടപ്പെടണ്ട, എന്നെ മാത്രം ഇഷ്ടപ്പെട്ടാൽ മതി, അമ്മ മാത്രമാണ് എന്നെ ഇഷ്ടപ്പെടുന്നതെന്ന്. പെട്ടെന്ന് തന്നെ അമ്മയാണെങ്കിൽ ഒരു സൈക്കോ പോലെ ചിരിച്ചിട്ട് പറയാണ്, ഇപ്പോൾ ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ, നിനക്ക് ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ഈ ഒരു സീനും കൂടി കാണിച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്.